ഇറാൻ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ലോകത്തിലാകെയുള്ള സൈനിക വ്യോമയാന മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്ഭുതത്തോടെയാണ് ലോകം ആ വാർത്ത കേട്ടത്. അമേരിക്കയുടെ അത്യാധുനികമായ സ്റ്റെൽത്ത് അഥവാ ഒളിപ്പോർ വിമാനം തകരാറിലായി എന്നതായിരുന്നു ആ വാർത്ത. സാധാരണ റഡാറുകൾക്ക് പോലും കണ്ടെത്താനാകില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന സ്റ്റെൽത്ത് വിമാനമായ F-35 ആണ് ഇറാന്റെ വിമാന വേദ മിസൈൽ ആക്രമണത്തിൽ തകരാറിലായിരിക്കുന്നത്. റഡാറിനെ കണ്ടെത്താനാകാത്ത F-35 എങ്ങനെ ഇറാൻ കണ്ടെത്തി എന്നതും അതിനെ ഏത് രീതിയിൽ പ്രതിരോധിച്ചു എന്നതുമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതോടൊപ്പം ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വ്യോമ പ്രതിരോധ ശേഷിയിൽ ഇറാൻ ഇനി എന്തെല്ലാമാണ് കാത്തുവെച്ചിരിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. തങ്ങളുടെ വ്യോമാക്രമണ ശേഖരത്തിലെ ഏറ്റവും കരുത്തനെ തന്നെ ഇറാൻ തകരാറിലാക്കിയത് അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് F-35. ഒരു വിമാനം നിർമ്മിക്കാനുള്ള ചിലവ് 920 കോടി ഇന്ത്യൻ രൂപയാണ്. അമേരിക്കൻ വ്യോമാക്രമണ രംഗത്തെ ഏറ്റവും കരുത്തൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അമേരിക്കൻ വ്യോമസേനയിലെ ഒളിപ്പോരാളി. സാധാരണ റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാകില്ല എന്നതാണ് ഈ വിമാനങ്ങൾക്ക് ഒളിപ്പോരാളി എന്ന പേര് വരാൻ കാരണം. സ്റ്റെൽത്ത് അഥവാ ഒളിപ്പോർ വിമാനങ്ങൾ എന്നാണ് പൊതുവെ F-35 വിശേഷിപ്പിക്കുന്നത്. അതായത് ശത്രു റഡാറുകൾ അയക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സഞ്ചരിക്കാൻ F-35 വിമാനങ്ങൾക്ക് സാധിക്കും എന്നർത്ഥം. ഈ റേഡിയോ തരംഗങ്ങളാണ് റഡാറിന് ശത്രു വിമാനങ്ങളെ കുറിച്ച് അറിവ് നൽകുന്നതും അവയെ ആക്രമിക്കാൻ സാധിക്കുന്നതും. പക്ഷേ F-35 അത്തരം തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കാത്തതിനാൽ അവ റഡാറിൽ കാണാൻ സാധിക്കില്ല. എന്നിട്ടും ഇറാൻ എങ്ങനെ F-35 കണ്ടെത്തിയെന്നതും തങ്ങളുടെ വിമാനവേദ മിസൈൽ ഉപയോഗിച്ച് അതിനെ നേരിട്ട് തകരാറിലാക്കി എന്നതും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവിടെയാണ് വ്യോമ പ്രതിരോധ ശേഷിയിൽ ഇറാൻ ഇനി എന്തെല്ലാം അത്ഭുതങ്ങൾ കാത്തുവെച്ചിരിക്കുന്നു എന്ന് ലോകം അത്ഭുതത്തോടെ നോക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ തകർത്തുവെന്നും യുദ്ധത്തിൽ അമേരിക്കയ്ക്കാണ് മേൽക്കൈ എന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അവകാശപ്പെടുമ്പോഴാണ് F-35 വിമാനം ഇറാൻ ആക്രമിച്ച് തകരാറിലാക്കുന്നത്. ഇറാന്റെ വ്യോമശക്തിയെ ഉൾപ്പെടെ തകർത്ത് ഇറാനെ സൈനികമായി പൂർണ്ണമായും അടിയറവ് പറയിക്കുന്ന അവസ്ഥയിലാണ് അമേരിക്ക എന്നും ട്രംപ് വീമ്പ് പറഞ്ഞതാണ്. F-35 ലൈറ്റ്നിംഗ് II യുദ്ധവിമാനമാണ് തകരാറിലായത്. ഇറാനിൽ സൈനിക ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന F-35 അജ്ഞാത കാരണങ്ങളാൽ തകരാറിലായതോടെ മിഡിൽ ഈസ്റ്റിലെ US ബേസിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു അത്യാധുനിക US വിമാനത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. അതും ലോകത്തിലെ തന്നെ ഏറ്റവും അതിനൂതനമായ 5ാം തലമുറ യുദ്ധവിമാനം ആക്രമിക്കപ്പെടുമ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ അജയ്യമാണ് എന്ന വാദമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തകർക്കപ്പെട്ടുവെന്ന് കരുതിയിരുന്ന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും അതിശക്തമാണ് എന്നും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും പിന്തുടരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നും ഈ സംഭവം തെളിയിക്കുന്നു. F-35 അമേരിക്കൻ നിർമ്മിതമാണ് എങ്കിലും ബ്രിട്ടീഷ് കമ്പനികൾക്കും അതിന്റെ വികസനത്തിലും നിർമ്മാണത്തിലും പങ്കുണ്ട് എന്നതും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. ഇന്ത്യക്ക് ട്രംപ് ഓഫർ ചെയ്തതാണ് എങ്കിലും F-35 വാങ്ങുന്നതിൽ ഇപ്പോഴും മൗനത്തിലാണ് കേന്ദ്ര സർക്കാർ. സ്പെയർ പാർട്സിന് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും എന്നത് ഒരു കാര്യം. അമേരിക്ക അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനായി സ്പെയർ പാർട്സ് തരാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ആദ്യകാലത്തെ യുദ്ധത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ അമേരിക്ക പാകിസ്ഥാന് വിമാനങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. അതിൽ ചിലത് ഇപ്പോഴും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. പല വിമാനങ്ങളും സ്പെയർ പാർട്സ് കിട്ടാതെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സ്പെയർ പാർട്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, അവയ്ക്ക് അമേരിക്ക ചോദിക്കുന്ന വില പാകിസ്ഥാന് താങ്ങാനാകുന്നതുമല്ല. അതേസമയം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് റഷ്യൻ വിമാനങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചാണ്. ആ യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയെ വിശ്വസിക്കരുത് എന്നും അമേരിക്കൻ ആയുധങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും ഇന്ത്യ തീരുമാനിച്ചത്. ഇന്ത്യയിൽ ഭരണത്തിലെത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഈ നയത്തിൽ മാറ്റം വരുത്തില്ല എന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. നമ്മളെ നിയന്ത്രിക്കാനുള്ള ചരട് അങ്ങോട്ട് കൊടുക്കേണ്ട എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. F-35 എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇല്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് കാരണം F-35 ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു F-35 വിമാനത്തെ റഡാറിൽ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഒരു ഗോൾഫ് പന്തിന്റെയോ ചെറിയ പക്ഷിയുടെയോ അത്ര വലിപ്പമേ റഡാറിൽ ഈ യുദ്ധവിമാനങ്ങൾക്ക് തോന്നിക്കൂ. അതിന് കാരണം റഡാർ അയക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ പറന്നു വരുന്ന F-35 വിമാനത്തിൽ തട്ടി പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ്.
ഇത്തരത്തിൽ റേഡിയോ തരംഗങ്ങൾ വിമാനത്തിൽ തട്ടി പ്രതിഫലിപ്പിക്കുമ്പോഴാണ് റഡാർ ഒരു യുദ്ധവിമാനത്തെ കണ്ടെത്തുന്നത്. ഇവിടെ F-35 കാര്യത്തിൽ അത് അസാധ്യമാണ്. കൂടാതെ ശത്രുവിന്റെ റഡാറുകളെ ജാം ചെയ്യാനുള്ള കഴിവും ഈ വിമാനത്തിനുണ്ട്. അപ്പോൾ പിന്നെ ഇറാൻ F-35 ആക്രമിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതിന് ഒന്ന് രണ്ട് നിഗമനങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള റഡാറുകളായിരിക്കാം എന്നതാണ് അതിലൊന്ന്. അതല്ലെങ്കിൽ താപാന്വേഷണ പാസീവ് ഇൻഫ്രാറെഡ് ട്രാക്കർ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക എന്നതാണ് മറ്റൊരു സാധ്യത. സാധാരണ റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത F-35 വിമാനങ്ങളെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾക്കും ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾക്കും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ പഴുതുകൾ ഉപയോഗിച്ചാകാം ഇറാൻ US വിമാനത്തെ ആക്രമിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊന്ന്, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾക്ക് പകരം താപാന്വേഷണ പാസീവ് ഇൻഫ്രാറെഡ് ട്രാക്കറാകും ഇറാൻ ഉപയോഗിച്ചിരിക്കുക എന്നതാണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ F-35 വിമാനം പറക്കുമ്പോഴുണ്ടാകുന്ന താപത്തിന്റെ ഉറവിടം കണ്ടെത്തി അവിടേക്ക് നിലത്ത് നിന്ന് തൊടുക്കുന്ന SA-67 എന്ന വിമാനവേദ മിസൈലായിരിക്കാം ഇറാൻ പ്രയോഗിച്ചിരിക്കുക എന്നാണ് അനുമാനം. രണ്ടായാലും ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന് വ്യക്തമായ ഒരു മേധാവിത്വം ഈ സംഭവം നൽകുന്നുണ്ട്. ഒപ്പം നിലത്ത് നിന്ന് തന്നെ ഇറാൻ അമേരിക്കൻ വിമാനം തകർത്തുവെങ്കിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷി ഇനിയും അവശേഷിക്കുന്നുവെന്നാണ് സാരം. ഇറാന്റെ പോർവിമാനങ്ങൾ മിക്കവയും നിലത്ത് വെച്ച് തന്നെ തകർത്തു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. പക്ഷേ അപ്പോഴും പോർവിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടും വ്യോമ പ്രതിരോധ ശേഷി ഇനിയും ശേഷിക്കുന്നു എന്ന് കരുതേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇറാനെ ഇനി ആക്രമിക്കുമ്പോൾ അമേരിക്ക അല്പം കൂടി ജാഗ്രത കാണിക്കും. വരാനിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ വ്യോമ പ്രതിരോധ ശേഷിയെ തകർക്കുകയാകും അമേരിക്കയുടെ അടുത്ത നീക്കം. അതിനായി ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാതെ ഇറാന്റെ വിമാനവേദ മിസൈലുകളുടെ പരിധിക്ക് പുറത്ത് അയൽരാജ്യങ്ങളുടെ സുരക്ഷിതമായ ആകാശത്ത് പറന്ന് സ്റ്റാൻഡ് ഓഫ് ആക്രമണം നടത്താനാവും US ശ്രമിക്കുക. അതേസമയം F-35 പോലൊരു അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം തകർക്കപ്പെടുന്നതിലൂടെ ഇറാന് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ലഭിക്കുന്നത്. പുകൾപെറ്റ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വത്തിനേറ്റ പ്രഹരമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 16 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 10 റീപ്പർ ഡ്രോണുകളും ആക്രമണങ്ങളിലോ അപകടങ്ങളിലോ പെട്ട മറ്റ് 6 വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി F-35 വിമാനങ്ങൾ ഈ പോരാട്ടത്തിൽ വിന്യസിച്ചിട്ടുമുണ്ട്. ഇറാൻ F-35 വിമാനം വെടിവെച്ചിട്ടതോടെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ ഓഹരികൾക്കും ക്ഷീണമായിരിക്കുകയാണ്.